എന്തും ആകാം, എങ്ങനെയും ആകാം എന്ന ഒരു ചിന്ത, അത് തെറ്റാണ് അല്ലേ? ഇത് ഞാൻ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പാചകം നടക്കുകയാണ് ഒരു വീട്ടിൽ. ആ അവിടുത്തെ അലക്കുകല്ല് ഞാൻ കണ്ടിട്ടാണ് അതൊന്ന് കുറച്ച് നേരം ആ വീഡിയോ ഞാൻ കണ്ടത്. കാരണം നമുക്ക് ആ വീഡിയോ തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റും, അവരുടെ വെളിയിലത്തെ ബാത്റൂമിനോട് ചേർന്ന് തന്നെ അലക്കാൻ ഉള്ള കല്ല്, ആ കല്ലിൻ്റെ തൊട്ട് മുന്നിലായിട്ട് തന്നെ അടുപ്പ് കൂട്ടിയിട്ട് അമ്മയും മക്കളും ഒക്കെ കൂടെ പാചകം ചെയ്യണം. അപ്പം ആ പാചകം ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഈ അലക്കുന്ന കല്ലിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെ, ഇൻഗ്രീഡിയൻസൊക്കെ. ഞാൻ ജസ്റ്റ് അത് കണ്ടപ്പോഴേ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. ഞാൻ ആ മനസ്സിലത് ചിന്തിക്കുന്ന സമയത്ത് തന്നെ താഴെ ഒരു കമൻറ്റ് വന്ന്, പാചകം ചെയ്യുന്ന സ്ഥലം അത്ര പോരാ എന്നുള്ളത്. കറക്റ്റ് കാര്യമാണ് പറയുന്നത്. അവർക്ക് ഇഷ്ടംപോലെ വ്യൂസൊക്കെ ഉള്ളതാണ്. അത്ര 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നല്ലപോലെ വ്യൂസ് ഉണ്ട് അവർക്ക്. നമുക്കെല്ലാവർക്കും എല്ലാവർക്കും വലിയ വീടോ സൗകര്യങ്ങളോ ഒന്നും കാണില്ല. അതെല്ലാം ഒരു സ്വാഭാവികമായ കാര്യമാണ്. ഇപ്പോൾ എല്ലാവരുടെയും സാഹചര്യങ്ങളും ഒരുപോലെയല്ല, എല്ലാവരുടെയും സമ്പത്തോ വരുമാനമോ ഒന്നും ഒരുപോലെയല്ല. പക്ഷേ ആഹാരം പാചകം ചെയ്യാൻ നമുക്ക് സാധനങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ അത് വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിൽ പാചകം ചെയ്യുന്നത് കൊണ്ട് ആർക്കാണ് കുറവുള്ളത്? അതെന്തായാലും ഒരു മോശപ്പെട്ട കാര്യമാണോ? അല്ലെങ്കിൽ വ്യൂസ് കുറയുമോ നല്ലൊരു അന്തരീക്ഷത്തിൽ പാചകം ചെയ്താൽ? എത്രയോ പേര് വീടിന് പുറത്ത് വലിയ അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പാചകം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇവർക്കും അവിടെ സ്ഥലമില്ലെങ്കിൽ മുറ്റത്ത് സ്ഥലമുണ്ടല്ലോ, അവർക്ക് മുറ്റം ഒക്കെ ഉണ്ട്, മുറ്റത്ത് കൊണ്ടുവച്ച് ചെയ്യാമല്ലോ. ഇത് എനിക്ക് സത്യം വല്ലാത്തൊരു ഇറിറ്റേഷനാണ് അത് കണ്ടപ്പം തോന്നിയത്. അത് അങ്ങനെ ഒരു കമൻറ്റൂടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനം. എനിക്ക് തോന്നിയ പോലെ പലർക്കും അങ്ങനെ തോന്നിയല്ലോ. എന്തിൻ്റെ കാര്യത്തിലാണേലും നമ്മൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ, അങ്ങനെയുള്ള സ്ഥലത്ത് പാചകം ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ അവരുടെ വീട് ചെറിയ വീടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കകത്ത് ബാത്റൂം കാണില്ല, അവരുടെ ബാത്റൂമാണ് അവിടെ ഉള്ളത്, അവരലക്കുന്ന കല്ലാണത്. അപ്പം ഈ ബാത്റൂം അലക്കുകല്ല് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും മോശമായി കിടക്കാൻ ഉള്ള സാഹചര്യം കൂടുതലാണ്. എപ്പോഴും വെള്ളം വീണ് അഴുക്കാണല്ലോ അവിടെ. നമ്മൾ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയണ്ട. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വെച്ചിട്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതിലോ, അതും കുട്ടികളാണ് ചുറ്റും ഇരിപ്പുണ്ട്, അവരുടെ മക്കളായിരിക്കാം. അപ്പോൾ അതും ആളുകൾ കണ്ട് രസിക്കുക. എന്താണ് ഇന്നത്തെ ഒരു ആളുകളുടെ ഒരു ചിന്താഗതിയെന്ന്. അപ്പം പറയും, ഞങ്ങൾക്ക് വേറെ സ്ഥലമില്ലെങ്കിൽ വീടിനകത്ത് വെച്ചുകൂടെ? വീടിനകത്ത് എന്തായാലും അടുപ്പ് കാണുമല്ലോ, അത് ചെയ്യുക. അല്ലെങ്കിൽ നേരെ വീടിൻ്റെ മുൻവശത്ത് വയ്ക്കും, പിന്നെ വൃത്തിയാക്കി മാറ്റിയാൽ മതിയല്ലോ. ഇതൊന്നും ചെയ്യാതെ അത്ര വൃത്തികേടായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ചെയ്യുന്നു. അത് മാത്രമല്ല, അത് വീഡിയോ ആക്കി ലോകം മുഴുവനുള്ള ആൾക്കാരെ കാണിക്കുകയും കൂടെ ചെയ്യുന്നു. ഇതൊക്കെ ഒരു നെഗറ്റീവ് കാര്യമാണ്. കാരണം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പം ഒരു എന്നുള്ളൊരു തോന്നൽ കാണും. നമ്മൾ പെട്ടെന്ന് നമ്മൾ ആ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാവുന്നവരാണ് കൂടുതലും. അപ്പോൾ നമ്മളൊക്കെ പെട്ടെന്ന് അത് ചിന്തിക്കും, അവരും ഇതുപോലൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ എടുക്കുന്നത് ആഹാരം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. എന്തായാലും എനിക്കത് കണ്ടിട്ട് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നി. നിങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെയൊക്കെ ഉള്ള കുറേ എന്താ പറയുക, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള വീഡിയോസൊക്കെ ഉണ്ട്. ചുമ്മാ എന്തൊക്കെയോ ഇങ്ങനെ. എന്നിട്ട് ചിലർ പറയുന്നത് എന്തെന്നറിയാം, അവരുടെ വീക്ക്നെസ്, അതായത് അവർക്ക് വീടില്ല, എൻ്റെ വീട് കണ്ട് നിങ്ങൾ ഞെട്ടരുത്, എനിക്കിതേ ഉള്ളൂ, എനിക്ക് അതില്ല, ഇതില്ല, മറ്റേതല്ല, മറിച്ചതല്ല, ഇങ്ങനെ ഇല്ലായ്മയെക്കുറിച്ചും അതുപോലെ തന്നെ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ വേറൊരാളെ ചോദിച്ചു മനസ്സിലാക്കി, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് തുടങ്ങുന്നത് ഹെഡിങ്ങൊക്കെ കാണും. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതിൻ്റെയൊക്കെ പിന്നിൽ
എന്താണ് ഉദ്ദേശം? ഇത് കാണുന്നവർക്ക് ഒരു സിമ്പതി തോന്നണം. ആ സിമ്പതിയിലൂടെ തങ്ങൾക്ക് വരുമാനം അതാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പം അതൊക്കെയെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ചീപ്പായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇല്ലാത്തത് നമ്മളറിയുക. നമ്മളൊരു ചാനൽ തുടങ്ങി അതിൽ നിന്ന് കാണുമ്പോൾ, ഒരു വീഡിയോ ഇടുമ്പോൾ അത് കാണുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും നമ്മളുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കുന്നവർ, അതിന് അത്ര മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ആളുകളൊന്നുമല്ല മലയാളികളാരും. മലയാളികൾക്ക് മലയാളിയെ നല്ലപോലെ അറിയാം. ഇല്ലായ്മയും വല്ലായ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അല്ലാതെ ഇത് ഇങ്ങനെയാണേന്നും പറഞ്ഞുകൊണ്ട് അതിങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്ത് കുറേ സെൻറ്റിമെൻറ്റ്സ് വാങ്ങിച്ച് അങ്ങനെയൊക്കെ സെൻറ്റിമെൻറ്റ്സ് ഇടുന്ന ആളുകളുടെ പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് നമ്മളെയും നെഗറ്റീവായിട്ട് ബാധിക്കും. എനിക്കത് കണ്ടിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു സീന് കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ ഉണ്ടെന്ന് ഓർക്കുമ്പോഴോ എല്ലാം തോന്നുന്നു. കാരണം നമ്മൾ ഒരുമാതിരിപ്പെട്ടവരില്ല, കുറച്ചെങ്കിലും ഇതുള്ളവരൊന്നും അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി പാചകം ചെയ്യില്ല. എന്തായാലും അവരുടെ എന്തെങ്കിലും ഒരു താല്പര്യം കാണുമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കും. എന്തായാലും അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ മോശമാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതായിട്ടിട്ടുള്ളൂ. പക്ഷേ ആളുകൾക്ക് കാണത്തക്ക രീതിയിൽ അങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്രമാത്രം ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണോ, അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ മോശം സ്ഥലത്ത് വെച്ച് ആഹാരം പാകം ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയല്ല, ഒക്കെ ഒരു മോശമാണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സ്ത്രീകളാണോ അതിനകത്തിലുള്ളവർ, ആ അമ്മയൊക്കെ എന്നാണ് ഞാനും ചിന്തിക്കുന്നത്. കുട്ടികൾക്ക് നമ്മളെല്ലാവരും പറയും ഹോട്ടലിലെ ആഹാരം അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഹോട്ടലുകാരെ കുറ്റം പറയുമ്പോൾ നേരെ മറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വീട്ടുകാരെ എന്താ പറയേണ്ടത്? അല്ലേ? അത്രയേ ഉള്ളൂ കാര്യം. അത് പറയാൻ ഞാൻ മറന്നു. കുറേ ദിവസം കൊണ്ട് എനിക്ക് അത് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. കാണുന്നവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ മാക്സിമം ഒഴിവാക്കിയാൽ നന്നായിരിക്കും. നല്ല കാര്യങ്ങളിടും, ആളുകളൊക്കെ കാണട്ടെ. എല്ലാവരും ഓരോരോ കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് ഓരോന്നും ചെയ്യുന്നത്. പക്ഷേ ഇത്രയും താഴേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ശരിയല്ലേ?